കേന്ദ്ര സഹമന്ത്രിയായി സ്ഥാനമേറ്റ ശേഷം കണ്ണൂരിലേക്കെത്തി ദൈവങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും എല്ലാം അനുഗ്രഹം തേടുകയാണ് സുരേഷ് ഗോപി. പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ മുന്നിലെത്തി അനുഗ്രഹം തേടിയാണ് സുരേഷ് ഗോപിയുടെ തുടക്കം. കണ്ണൂർ പയ്യാമ്പലത്ത് ഇ.കെ. നായനാരുടെ വീട്ടിൽ സന്ദർശനം നടത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി. കേന്ദ്ര സഹമന്ത്രിയായതിനു ശേഷം ആദ്യത്തെ കേരള സന്ദർശനത്തിലാണ് സുരേഷ് ഗോപിയുടെ കണ്ണൂരിലേക്കുള്ള വരവ്. നായനാരുടെ വീട്ടിൽ ഭാര്യ ശാരദ ടീച്ചർ സുരേഷ് ഗോപിയെ സ്വീകരിച്ചു. സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ല എന്ന് ശാരദ ടീച്ചർ പറയുന്നു. രാഷ്ട്രീയത്തിനതീതമായി പാവങ്ങളെ സഹായിക്കുന്ന ആളാണ് സുരേഷ് ഗോപി. ഇതിനു മുൻപും പലതവണ വീട്ടിലെത്തി തന്നെ കണ്ടിട്ടുണ്ട്, ഭക്ഷണവും കഴിച്ചിട്ടുണ്ട്. മന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നും ശാരദ ടീച്ചർ പറഞ്ഞു. പല രാഷ്ട്രീയക്കാരും വീട്ടിൽ വരാറുണ്ട്, പക്ഷെ തന്നെ കാണാനല്ല, അത് നായനാർ സഖാവിന്റെ ഭാര്യ എന്ന നിലയിലാണ്. വീട്ടിൽ വരുന്ന എല്ലാവരോടും സ്നേഹത്തോടും സഹകരണത്തോടും കൂടിയാണ് താൻ പെരുമാറാറുള്ളതെന്നും ശാരദ ടീച്ചർ പറയുന്നു. രാവിലെ കോഴിക്കോട്ടേക്ക് എത്തിയ സുരേഷ് ഗോപി പി.വി. ഗംഗാധരന്റെ വീട്ടിലും സന്ദർശനം നടത്തി. പി.വി. ഗംഗാധരന്റെ മക്കളും ബന്ധുക്കളും എം.വി. ശ്രേയാംസ് കുമാറും വീട്ടിലുണ്ടായിരുന്നു. കോഴിക്കോടും കണ്ണൂരുമായി വിവിധ ക്ഷേത്രങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. കഴിഞ്ഞ ദിവസം രാത്രി കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ സുരേഷ് ഗോപിക്ക് ബി.ജെ.പി. പ്രവർത്തകർ വലിയ സ്വീകരണം തന്നെയാണ് ഒരുക്കിയത്. സുരേഷ് ഗോപിയുടെ ഈ വരവ് എന്നാൽ സഖാക്കൾക്കൊക്കെ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ് സുരേഷ് ഗോപിയുടെ ഈ സന്ദർശനത്തിന്റെ ഉദ്ദേശമെന്നാണ് പലരും ചോദിക്കുന്നത്. സുരേഷ് ഗോപി പല പ്രാവശ്യം വീട്ടിൽ വന്നിട്ടുണ്ട് എന്നാണ് ശാരദ ടീച്ചർ പറയുന്നത്. കണ്ണൂരിലെത്തിയാൽ വിളിക്കും. രാവിലെയാണ് ഭക്ഷണം ആവശ്യമെങ്കിൽ രാവിലെ ഇങ്ങോട്ട് വരും. ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചഭക്ഷണം വേണമെന്ന് പറയും. ആദ്യമായി സഖാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് താൻ സുരേഷ് ഗോപിയെ കാണുന്നത്. അതിനിടെ നേഴ്സ് പറഞ്ഞു, സുരേഷ് ഗോപി ഇടയ്ക്കിടെ ഇവിടെ വരാറുണ്ട്, പാവപ്പെട്ട ആളുകളെ സഹായിക്കും, ഓപ്പറേഷൻ ചെയ്യാനുള്ള പണം നൽകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള മനസ്സ് ഉള്ളവരുണ്ടല്ലോ എന്നാണ് തോന്നിയതെന്ന് ടീച്ചർ പറയുന്നു. വീട്ടിൽ വരുന്നതിലൊന്നും രാഷ്ട്രീയം കാണാറില്ല. സുരേഷിനെ രാഷ്ട്രീയക്കാരനായിട്ടല്ല, നല്ലൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. നായനാരെയാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്ന് സുരേഷ് ഗോപി എന്നോടും പറഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടിൽ വരുന്നവരോട് താൻ രാഷ്ട്രീയം ചോദിക്കാറില്ല. ഈയിടെയായി വീട്ടിൽ വരാറില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ താൻ കാണാൻ വന്നാൽ അത് അമ്മയ്ക്ക് വിഷമമാകുമെന്ന് സുരേഷ് പറഞ്ഞു. സന്ദർശനം ഉച്ചയ്ക്കായതിനാൽ ഉച്ചഭക്ഷണം ഇവിടെ വെച്ചാണെന്നും ടീച്ചർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഇന്ന് രാവിലെ കണ്ണൂരിലെത്തിയ സുരേഷ് ഗോപി മാടായിക്കാവ് രാജരാജേശ്വര ക്ഷേത്രം, പറശ്ശിനിക്കടവ് മുത്തപ്പൻ, മടപ്പുര എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. കണ്ണൂർ പയ്യാമ്പലത്തെ മാരാർജി സ്മൃതി കുടീരത്തിലെത്തി പുഷ്പാർച്ചന നടത്തി. തുടർന്ന് കല്യാശ്ശേരിയിലേക്ക് പോകുന്ന സുരേഷ് ഗോപി മുൻ മുഖ്യമന്ത്രി ഇ.കെ. നായനാരുടെ വീട്ടിലെത്തി ഭാര്യ ശാരദയെ സന്ദർശിക്കുകയായിരുന്നു. ശേഷം കൊട്ടിയൂർ ക്ഷേത്രത്തിലും ദർശനം നടത്തി തൃശൂരിലേക്ക് മടങ്ങും.